നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിവ്യൂവിന് വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തനായ ഒരു പ്രേക്ഷകനാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പെട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ നിന്ന് അകന്നു പോയ ഒരു 3 കലാകാരന്മാരുടെ പേരുകൾ അദ്ദേഹം പറയുണ്ടായി. എങ്ങനെയുണ്ട് എമ്പുരാൻ സിനിമ? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ലാലേട്ടൻ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മച്ചാൻ വർഗീസ് പൊളിയാണ്. രാജംബിദേവ് ഒന്നും പറയാനില്ല. കലകൻ. പിന്നോ കൊച്ചിൻ ഹനീഫ ആണെങ്കിൽ അതിനപ്പുറം സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞിട്ടോ വയറിലാക്കാൻ വെള്ളം കിട്ടും. നല്ല പടമാണ്. നമ്മള് ഇംഗ്ലീഷ് സിനിമ കാണുന്നുള്ളൊരു മൂല്യത കിട്ടിയായിരുന്നു പടം കണ്ടപ്പോൾ. അങ്ങനെയല്ല, നമ്മുടെ ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്നതിൽ വെച്ചിട്ട് ഒരു വാർ ശരിക്കും വർഗീയതയെ കുറിച്ച് പറയുന്നുണ്ട്. ഇല്ല, അത് കാഴ്ചപ്പാടാണ്. മാനസികാവസ്ഥയാണ് ശരിക്കും. അത് ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. ശരിക്കും വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഏതോ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറി ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്നു എന്ന് വെച്ച് കണ്ടാൽ കുഴപ്പമില്ല. ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിനകത്ത് വർഗീയത ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ആ ഒരു ചിത്രം കണ്ടപ്പോൾ പ്രതികരിക്കുന്നത്. അത് ബാക്കിയുള്ള പ്രതികരിക്കുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് ആ ഉള്ളിൽ കിടക്കുന്ന വർഗീയത പുറന്തള്ളപ്പെടുന്നത്. അല്ലാത്ത സാധാരണ ഹ്യൂമൻ ബീങ്സ് ഒരിക്കലും മനുഷ്യനായിട്ടുള്ള ഒരാള് പ്രശ്നമില്ല. നോ പ്രോബ്ലം. ശരിക്കും ഈ ഒരു ചിത്രം ഇനിയും എത്ര തവണ കാണാൻ ആഗ്രഹമുണ്ട്? ഇനി കാണാൻ ആഗ്രഹമില്ല, അടുത്ത പാട്ട് കാണാനാണ് ആഗ്രഹം. തീർച്ചയായിട്ടും തേർഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്.